ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിലാണ് ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളുടെ ക്രാബിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കസ്റ്റമേഴ്സായിട്ട് ചോദിച്ചിട്ടുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഒട്ടുമിക്ക ആളുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നതിന് ശേഷം ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ 2 മണിക്കാണ്, നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ആക്കാറുള്ളത് കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ മാത്രമാണ് വീഡിയോ അങ്ങോട്ട് നീങ്ങാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാത്ത ദിവസങ്ങളിലൊക്കെ കൃത്യം 2 മണിക്ക് തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണോ മെറ്റീരിയൽസ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആ മടക്കി കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒത്തിരി ലെങ്ത്തും ഉണ്ട്, ഞാൻ കട്ടാക്കി എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ചുരുട്ടി നൂല് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് ചുരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോ ഭാഗത്തായിട്ട് നല്ലോണം ടൈറ്റാക്കി തന്നെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. എന്നതിന് ശേഷം നമ്മൾ ആ ലാസ്റ്റ് എൻഡിലോട്ട് വന്ന ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ആ പിരിയൊന്ന് അയിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എന്നിട്ട് 2 അറ്റം കൂടി ആദ്യം നമ്മൾ സ്റ്റാർട്ടാക്കിയ ഭാഗവും ലാസ്റ്റ് എൻഡിൽ വന്ന ഭാഗം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ടൈലർ ഷോപ്പുകളിൽ നിന്ന്, അതുപോലെ ഒട്ടുമിക്ക ആളുകളും ടൈലറിങ് അറിയുന്ന ആളുകളായിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെ ക്ലോത്തുകളൊക്കെ കയ്യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് വരുന്ന ചിലവ് ആ ഒരു ക്രാബിൻ്റെ ചിലവും അതുപോലെ നമ്മളുടെ ഈ ഒരു സമയം മാത്രമാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയം മാത്രമാണ് നിങ്ങൾക്ക് വരുന്ന ചിലവ്. അത് ഇതുപോലത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണ്ടല്ലോ എത്രത്തോളം ഭംഗിയുള്ള ക്ലോത്താണ് അത് എന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നേരിൽ കാണാൻ അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ്. എനിക്ക് നല്ല ഇഷ്ടമായി ആ ക്ലോത്ത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് ഞാനൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ 3 പീസാക്കിയിട്ട് കട്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. അത്യാവശ്യം ഈ ഒരു കനത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കൂടുതൽ കനത്തിൽ കട്ട് ചെയ്യാതെ ഈ ഒരു കനത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. 3 പീസാണ് നമുക്ക് വേണ്ടത്. ആ 3 പീസ് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണാം കേട്ടോ. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് അറ്റം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് നല്ലോണം ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇതിന് നിങ്ങൾക്ക് കൂടുതൽ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നതിന് ശേഷം നമ്മൾ എയർ എങ്ങനെയാണോ നമ്മൾ മുടയുന്നത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ടാണ് നമ്മൾ മുടഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ അകവും പുറമൊക്കെ വരില്ലെന്ന്. പക്ഷേ അതിനൊന്നും ടെൻഷൻ ആവണ്ട, അതിനൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇത് മുടഞ്ഞെടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ വളഞ്ഞ് വരുമല്ലോ. ആ വളഞ്ഞ് വരുന്ന ഭാഗം നമ്മൾ കൈ വെച്ചിട്ട് ഇടവിട്ടൊന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നല്ല രീതിക്ക് തന്നെ നമ്മളത് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ലാസ്റ്റും ചെയ്യേണ്ടത് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ആ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റൊന്ന് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇത് ഇങ്ങനെ വൃത്തിയില്ലാതെയാണല്ലോ കാണുന്നത് എന്നുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് ഒരു സീക്രട്ട് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് നല്ല രീതിക്ക് കൈ വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്ത് ബാക്കി കത്രികയൊക്കെ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളുടെ ലൈറ്റർ വെച്ചിട്ട് നമ്മൾ ആ നൂല് വലിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉരുക്കിയെടുക്കുമ്പോൾ ക്ലോത്ത് ഹോൾസ് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആ ത്രെഡിൽ മാത്രം എന്താ പറയുക ഉരുക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ. അതുപോലെ നമ്മളെ കൈ കാര്യങ്ങളൊക്കെ പൊള്ളണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനല്ല, ചില ആളുകളുണ്ട് അങ്ങനെ സെയിൽ ചെയ്യാനല്ല, മക്കൾക്ക് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ. വീട്ടിൽ അടിക്കാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഇന്നത്തെ കാലത്ത്.
അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ടൈലറിങ് അറിയുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ഒന്നുമില്ലെങ്കിൽ അവനവൻ്റെ ഡ്രസ്സെങ്കിലും അടിക്കാത്തവരായിട്ടുണ്ടാവില്ല. അപ്പോൾ അവനവൻ്റെ ഡ്രസ്സിന് വാങ്ങിയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും, വേസ്റ്റ് ക്ലോത്തുകൾ, കട്ടാക്കിയിട്ടുള്ള പീസുകൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ, ഇതുപോലെ നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു വരുമാനത്തോട് കൂടിയിട്ട് അത് സെയിൽ ചെയ്യാനും പറ്റും. അല്ല നിങ്ങളെ മക്കൾക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ക്രാബ് ഇപ്പോൾ കുട്ടികൾ മാത്രമല്ലല്ലോ, വലിയവർ യൂസ് ആക്കുന്ന ഒരു സംഭവം കൂടിയാണ് ക്രാബിൽ. നല്ല രീതിക്ക് തന്നെ നമ്മൾ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റിൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഇരുന്നിരുന്നത്, ഇപ്പോൾ അതിൻ്റെ ഫൈനലിലോട്ട് വന്നപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കാണണ്ടല്ലോ. അപ്പോൾ നമ്മൾ അകമാണോ പുറമാണോ എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. നല്ല രീതിക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ശരിക്ക് ഭംഗി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നല്ല ക്ലോത്തിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പഴയ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നല്ല ക്ലോത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ക്രാബിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ക്ലിപ്പ് കട്ടായി പോയിട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഹോളുണ്ടല്ലോ, ഈ ഒരു നമ്മൾ ഫസ്റ്റിൽ തുന്നിയെടുത്ത ആ സംഭവത്തിൻ്റെ ആ ഹോളിലൂടെ ആ ക്രാബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി അതിൽ ചുറ്റുഭാഗം ആ റൗണ്ടിലുള്ള ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുത്ത്, ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ അതേ സെയിം മെത്തേഡിൽ കേട്ടോ. മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറയാണ്, നമ്മൾ ആ ക്രാബിൻ്റെ ആ പിടുത്തത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ആ ഹോള് കണ്ടിരുന്നല്ലോ നമ്മൾ തുന്നിയെടുത്തപ്പോൾ ആ ഫസ്റ്റിൽ നമ്മൾ വെച്ച സാധനം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടി അതിൻ്റെ ചുറ്റുഭാഗം മൊത്തത്തിലൊന്ന് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ആ ക്ലിപ്പ് കട്ടായി പോയതാണ് കേട്ടോ. വീഡിയോയിൽ നോക്കിയിട്ട് കാണില്ല, വീഡിയോ ഓഫായിരുന്നു തോന്നുന്നു, സോറിയേ. എന്നതിന് ശേഷം നമ്മൾ ആ മുടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്. ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ക്രാബ് ചെയ്തെടുക്കാൻ ഇവിടെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ ക്രാബിൻ്റെ വേറെയും വെറൈറ്റീസ് ആയിട്ട് ഞാൻ ഇനി വരും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ചോദിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ടൈം അവരെ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നെടുത്ത തീരുമാനമാണ്, പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾക്ക് ഏതൊക്കെയോ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ എൻ്റെ വീഡിയോകൾക്ക് താഴെ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇന്ന വീഡിയോകൾ ചെയ്യുമോ എന്നുള്ളത്. നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കണമെന്നില്ല കേട്ടോ. ഇനി പേഴ്സണലായിട്ട് അയക്കണവർ അങ്ങനെ അയച്ചാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി നിങ്ങൾ വീഡിയോക്ക് താഴെ ചെയ്യാൻ നോക്കുക, എങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒത്തിരി ആളുകൾ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇടത് കൈ വെച്ചിട്ട് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. കാരണം അവരെയും വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഒത്തിരി ആളുകൾ ചോദിക്കുക, അവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ അപ്ലോഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കായിട്ട് സമയം എനിക്ക് നിങ്ങൾ സമയം തരിക. കാരണം ഞാൻ ഓരോ വർക്ക് ചെയ്തെടുക്കാൻ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള സമയം നിങ്ങൾ തരികയെന്ന് മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കണതാണ് ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാത്തത് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളെ കൈയൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്ന് ഏത് രീതിയിലാണോ ക്രാബ് വാങ്ങിയെടുക്കുന്നത് അതേ സെയിം മെത്തേഡിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ വർക്ക് കേട്ടോ. ഇത്
തൊട്ട് മുമ്പ് ചെയ്ത പരിചയമൊന്നുമില്ല. ആളുകൾ ചോദിച്ചൊരു സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് നന്നായിക്കണമെങ്കിൽ നന്നായിക്കണമെന്ന് പറയാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയാം കേട്ടോ. അതിന് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് നികത്താൻ പറ്റും. ഞാൻ ചെയ്ത വർക്കിൽ എന്തെങ്കിലും കുറവുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നാലേ എനിക്കത് അടുത്ത വീഡിയോസിൽ അത് നികത്തിയിട്ട് നല്ല രീതിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകൾ പുതുതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാനാണ് ചാൻസ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ട എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് ഒരുമിച്ച് റീപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.